നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ മാഫിയാണ്. ഇവർക്ക് ഹോസ്പിറ്റൽ അസോസിയേഷനുകൾ വരെ ഉണ്ട് എന്നൊക്കെയുള്ളത് ഒരു സത്യമാണ്. ഈ അസോസിയേഷനുകൾ വലിയൊരു മാഫിയ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം തന്നെ ഇവർ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു 1000 രൂപയുടെ എങ്കിലും ടെസ്റ്റുകൾ എഴുതും. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ ഹോസ്പിറ്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷത്തെ കൊണ്ട് ഇവരെ പറയിപ്പിക്കുന്നതാണെങ്കിലോ ഈ ഹോസ്പിറ്റൽ മാഫിയയുടെ നാവായി മാറിയിട്ടുണ്ടോ കേരളത്തിലെ പ്രതിപക്ഷം എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരത്തില്ലേ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കെതിരെ, ജില്ലാ ജനറൽ ആശുപത്രികൾക്കെതിരെയൊക്കെ ശക്തമായ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാവും. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ചർച്ച. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. മികച്ച വികസന മാതൃകകൾ ഹോസ്പിറ്റലുകൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ മാറുന്നു. ഇതിനോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സ്വകാര്യ ആരോഗ്യ രംഗവും. നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആരോഗ്യ രംഗത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ മാഫിയാണ്. ഇവർക്ക് ഹോസ്പിറ്റൽ അസോസിയേഷനുകൾ വരെ ഉണ്ട് എന്നൊക്കെയുള്ളത് ഒരു സത്യമാണ്. ഈ അസോസിയേഷനുകൾ വലിയൊരു മാഫിയ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. പണ്ട് നമ്മൾ ഈ ക്ലിനിക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത്, ക്ലിനിക്കിൽ പോകുന്ന സമയത്ത് എക്സ്റേ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കാലോ കൈ ഒടിഞ്ഞിട്ട് ചെന്നാൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചതിന് ശേഷം അത് മാറാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രാഥമികമായ ചില രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ മാറാതെ വരുന്ന ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പണ്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഡോക്ടർമാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം തന്നെ ഇവർ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു 1000 രൂപയുടെ എങ്കിലും ടെസ്റ്റുകൾ എഴുതും. അത് എക്സ്റേ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുമോ അത്രയധികം ടെസ്റ്റുകൾ എഴുതും. ഈ ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായി കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 2 ഡോളോയും ഒരു 2-3 വിറ്റാമിൻ ഗുളികയും മാത്രം തന്നിട്ട് നമ്മൾ ഇറക്കി വിടും. ഗുളികയ്ക്ക് 100-200 രൂപയ്ക്ക് താഴെ മാത്രമേ ആവത്തുള്ളൂ. പക്ഷേ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് മിനിമം ഒരു 1000 രൂപയെങ്കിലും ഇല്ലാതെ സ്വകാര്യ ആശുപത്രിയുടെ പടി ചവിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. അത് ഒരു ഒ പിയിൽ 250 രൂപയാണ് എല്ലാ ഒട്ടുമിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 500 ഒക്കെ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് മെഡിക്കൽ കോളേജുകളായിക്കൊള്ളട്ടെ, ജില്ലാ ജനറൽ ആശുപത്രികളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളായിക്കൊള്ളട്ടെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിക്കൊള്ളട്ടെ, ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിട്ടും വളരെ നല്ല രീതിയിലുമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകളാണ് ഈ മെഡിക്കൽ കോളേജുകളെയും അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ വസ്തുത ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഈ സംസ്ഥാനത്തെ വലിയ പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ചില മൾട്ടിനാഷണൽ കമ്പനികൾ, അതായത് ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളും അതുപോലെ തന്നെ KR പോലെയുള്ള ചില കമ്പനികളും ഒക്കെ ഭയങ്കരമായിട്ട് വാങ്ങിക്കൂട്ടുന്നുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി, അതോടൊപ്പം തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇതൊക്കെ KR ഗ്രൂപ്പ് വാങ്ങി. അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളത്. അത് ഒക്കെ ഇവർ KR ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൂടാണ്ട് കിംസ് ഹോസ്പിറ്റൽ മേടിച്ചിരിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണത്. വിവിധ സെക്ടറുകളിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ ഹോസ്പിറ്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്ര കോടി ജനങ്ങളുണ്ട്? 3.5 കോടി ജനങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അവസാന സെൻസസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ 3.5 കോടി ജനങ്ങളെയും തങ്ങളുടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. ഈ സ്വകാര്യ ആശുപത്രികളുടെ അല്ലെങ്കിൽ ഈ വമ്പൻ ഹോസ്പിറ്റൽ മാഫിയയുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ടൂളാണോ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് നമ്മൾ സംശയിച്ചു പോവുക സ്വാഭാവികമല്ലേ? കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയും ചർച്ചയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്, കാരണം പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ആ ഫെസിലിറ്റീസ് അവിടെ സൗജന്യമായിട്ട് ലഭിക്കുന്ന സമയത്ത് ഇവിടെ ഇതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയതിനു ശേഷം ആ ഹോസ്പിറ്റൽ ഒരു ലോസിലേക്ക് പോകത്തില്ലേ? കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലാഭത്തിലല്ല ഓടുന്നത്, നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില ഹോസ്പിറ്റലുകൾക്കെതിരെയൊക്കെ അവയവതരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്.
പക്ഷെ അതൊക്കെ പിന്നീട് എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കെതിരെ, ജില്ലാ ജനറൽ ആശുപത്രികൾക്കെതിരെയൊക്കെ ശക്തമായ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാവും, പ്രചാരണങ്ങൾ ഉണ്ടാവും. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പല ഹോസ്പിറ്റലുകളും പല മൾട്ടിനാഷണൽ കമ്പനികളും ഹയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ സ്ഥാപനത്തെയൊക്കെ എങ്ങനെയും ലാഭത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഒരുപക്ഷെ നമ്മളൊരു പനിയുമായിട്ട് ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക എന്താണ് നമുക്കറിയുമോ? ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ജയിലിലേക്കാണ്. ഈ സ്വകാര്യ ആശുപത്രികളുടെ മേൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഒരു നിയന്ത്രണവുമില്ല. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും ഒരു സ്വകാര്യ ആശുപത്രി ഒരു ചുക്ക് നടക്കില്ല. യാതൊരുവിധ അധികാരവും സർക്കാരിനില്ല. കാരണം ഇന്നലെ ഇപ്പോൾ ഇടതുപക്ഷ സൈബർ മീഡിയ ഒക്കെ പുറത്തുവിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപ്രകാരം സ്വകാര്യ ആശുപത്രികളിൽ നടന്നിരിക്കുന്ന ചികിത്സാ പിഴവുകൾ എത്രയാണ്? എന്താണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത്? മുട്ടുവിറക്കിയ അവരുടെ മുട്ട്, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഉള്ള പല ഹോസ്പിറ്റലുകൾക്കും വേണ്ടിയിട്ട്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമത്തെ ശക്തമായിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡോക്ടർമാരുടെ അഹങ്കാരത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഉഷ ജോസഫിനുണ്ടായ അതിദാരുണമായ സംഭവം. ആ ഡോക്ടർ ലളിതാംബിക എന്ന് പറയുന്ന അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വരഹിതമായ വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് നിസ്സാരമല്ലെന്നേ. അത് കുറയ്ക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇവർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ ഇരുന്നു കൊണ്ട് തന്നെ അത്യാവശ്യം പൈസയൊക്കെയുള്ള ആളുകളെ ഇതുപോലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും പറഞ്ഞയക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ സ്വകാര്യ ആശുപത്രികളുടെയൊക്കെ മാനേജ്മെന്റ് സെയിൽസിന് വേണ്ടിയിട്ട് ആളുകളെ അയക്കുന്നുണ്ട്. ഇവർ പല ഡോക്ടർമാരെ ഹയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോമിലിരുന്ന് വെറുതെ വളവള പറയുന്നതല്ല. പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വരെ നടത്തിയില്ലേ? ആലോചിച്ച് നോക്കൂ, ഒരു സർക്കാർ ആശുപത്രിയിലാണ് നടന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹിയല്ല, സംസ്ഥാന ദ്രോഹിയാണ് എന്ന് പറയേണ്ടി വരും. സംസ്ഥാന ദ്രോഹിയാണ് അവര്. കാരണം ഒരു സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇത്രയധികം നന്നായിട്ട് പ്രവർത്തിക്കുന്ന മറ്റേത് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? പല സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഉത്തർപ്രദേശ് അടക്കം, രാജസ്ഥാൻ അടക്കം, മധ്യപ്രദേശ് അടക്കം, തമിഴ്നാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. കേരളത്തിലെ പോലെ ഇത്രയും സുതാര്യമായിട്ടും ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികൾ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ESI ഹോസ്പിറ്റലുകളൊക്കെ പലയിടത്തും ഉണ്ട്. അതിനപ്പുറത്തേക്ക് എല്ലാ പൊതുജനങ്ങൾക്കും ചെല്ലാൻ സാധിക്കുന്ന മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ജനറൽ ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്നേ. അവിടെ ഒരു ദിവസം തന്നെ വന്നു പോകുന്നത് 10-500 പേഷ്യൻസ് ആണ്. ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെയൊക്കെ രാവിലെ മുതൽ എത്ര ആളുകളാണ് വന്നു പോകുന്നത് അറിയോ? അപ്പൊ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ മേഖലയെ ഇതേ രീതിയിൽ മോശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷം പലപ്പോഴും പറയുന്ന കാര്യമാണ് തങ്ങൾക്ക് ഫണ്ടില്ല എന്ന്. ഏത് തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും, മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിൽ വന്ന് ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇത് ഇവിടെ നിക്ഷേപ സൗഹൃദമല്ല കേരളം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുകയാണ് കോടികൾ മുടക്കി ഇവർ ഈ ഹോസ്പിറ്റൽ ശൃംഖലയൊക്കെ ഇവർ മേടിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഒരുപക്ഷെ പ്രതിപക്ഷത്തെ കൊണ്ട് ഇവർ പറയിപ്പിക്കുന്നതാണെങ്കിലോ? ഈ ഹോസ്പിറ്റൽ മാഫിയയുടെ നാവായി മാറിയിട്ടുണ്ടോ കേരളത്തിലെ പ്രതിപക്ഷം എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരത്തില്ലേ? അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേണ്ടത്. കാരണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ഗവൺമെന്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വന്നിട്ടല്ലേ അമൃത ആശുപത്രിയിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കത്രിക പുറത്തെടുത്ത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ചെയ്തതിന് ശേഷവും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകരാറിലാണ്, പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം അതാര് നടത്തിയാലും അപലപിക്കേണ്ടതാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ആക്ഷൻ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഡോക്ടർമാരെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു ആക്ഷൻ അവർക്കെതിരെ ടേക്കപ്പ് ചെയ്ത് എന്താ സംഭവിക്കുക? ഇവർ സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങോട്ട് പണിമുടക്ക് നടത്തിയിരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊങ്കാല വരാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം അവിടെയൊക്കെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൂടാണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും അഭയം പ്രാപിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം ഡോക്ടർമാർ പണിമുടക്കിയാൽ അതിൻ്റെ നേട്ടം ആർക്കാ ഉണ്ടാവുക? ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രികൾക്കല്ലേ? സ്വകാര്യ ആശുപത്രികൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പദ്ധതി പ്രകാരമൊക്കെ എത്ര കോടി രൂപയാണ് കൊള്ളയടിക്കുന്നത് അറിയാമോ?
ഇതിനെതിരെയൊക്കെ ശക്തമായ ഒരു അന്വേഷണം കേന്ദ്ര സർക്കാർ ആരംഭിക്കണമെന്ന് നിലപാടുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മൾക്കറിയാതെ തന്നെ ഇവർ നമ്മളെ കൊണ്ട് ഇല്ലാത്ത ചെക്കപ്പ്, ഒരു സർജറി ആണെങ്കിൽ ആ സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിക്കോട്ടെ, അതിനപ്പുറത്തേക്കും ടെസ്റ്റുകൾ നടത്തുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സിസ്റ്റം എന്ന് പറയുന്നത് ഈ മാഫിയയുടെ കൂടെ കൺട്രോളിലാണ്. ഏത് ഈ സ്വകാര്യ ആശുപത്രി മാഫിയയുടെ കൂടി കൺട്രോളിലാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ആ സിസ്റ്റത്തെ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതല്ല മറിച്ച് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകരാറിലാണ്, സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തകരാറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പ്രതിപക്ഷം, അത് പറയുന്ന പ്രതിപക്ഷം സംസ്ഥാനത്ത് ഇത്രയും മനോഹരമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ നടത്തിയിട്ടുള്ള ജനറൽ ആശുപത്രിയുള്ള കേരളത്തിലെ ആരോഗ്യ മേഖല മോശമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും ഈ പ്രതിപക്ഷം ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് വൻതുക ഇലക്ഷൻ ഫണ്ടായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവരെടുത്തുകൊണ്ട് ഇരിക്കുന്നത് എന്നും.